അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം അതിൽ ആദ്യത്തെയാണ് ഫ്രം പ്രൈമറി ആൽക്കഹോൾ, രണ്ടാമത്തെ ഫ്രം ആൽഡിഹൈഡ്സ്, മൂന്നാമത്തെ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, നാലാമത്തെ ഫ്രം നൈട്രൈൽസ് ആൻഡ് അമൈഡ്സ്, അഞ്ചാമത്തെ ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്, ആറാമത്തെ ഫ്രം അസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അൻഹൈഡ്രൈഡ്, ആസിഡ് ഹാലൈഡ് അല്ലെങ്കിൽ ആസിഡ് അൻഹൈഡ്രൈഡ്, അതുപോലെ തന്നെ ഫ്രം എസ്റ്റേഴ്സ്. അപ്പം ഇത്രയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം അതിൽ ആദ്യത്തെ നോക്കാം, ഫ്രം ആൽക്കഹോൾസ്. ആദ്യത്തെ ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോൾസ് ആൻഡ് ആൽഡിഹൈഡ്സ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നോക്കാം. ആദ്യത്തെയും രണ്ടാമത്തെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫ്രം ആൽക്കഹോൾസും ഫ്രം ആൽഡിഹൈഡ് രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആൽക്കഹോൾസ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് പഠിച്ചപ്പോൾ ആൽഡിഹൈഡ്സിൻ്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽക്കഹോൾസിനെ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ആൽഡിഹൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ അപ്പോൾ ഓക്സിഡേഷൻ ഗിവ് എന്താണ്? ആൽഡിഹൈഡ്. ഓക്കെ. സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ എന്താ കിട്ടുക? സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ കീറ്റോൺസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ ഫ്രം ആൽക്കഹോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടത്? ഈ ആൽഡിഹൈഡ്സിനെ ഫേർദർ ആയിട്ട് നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ? പ്രൈമറി ആൽക്കഹോൾസിൽ നിന്ന് RCH2OH എന്നുള്ള പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുക. ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അസിഡിക് മീഡിയത്തിൽ K2Cr2O7 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ ആൽഡിഹൈഡ് ഫോം ചെയ്തു. ഇനി ഇതിന് പകരം ന്യൂട്രൽ അല്ലെങ്കിൽ ബേസിക് മീഡിയ ഒക്കെയാണ് എടുക്കണമെങ്കിൽ വേഗം തന്നെ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ന്യൂട്രൽ അല്ലെങ്കിൽ ബേസിക് മീഡിയ ഒക്കെ ആവുമ്പോൾ ഈ അസിഡിക് മീഡിയത്തിന് പകരം ന്യൂട്രൽ അല്ലെങ്കിൽ ബേസിക് മീഡിയ ഒക്കെയാണ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ അത് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം സോൾട്ടാണ് ഫോം ചെയ്യുക. അതിൽ നിന്നാണ് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോഴാണ് കറസ്പോണ്ടിങ് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ RC എത്രയാണോ കാർബൺ ഉള്ളത് അത്രയും കാർബൺ ഉള്ള ആസിഡ് തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആൽക്കഹോളിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആസിഡാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള അതായത് അപ്പോൺ ഓക്സിഡേഷൻ primary alcohols can be converted to aldehyde which on further oxidation give carboxylic acid. Aldehyde ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസിഡിക് മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ബേസിക് മീഡിയത്തിൽ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ നടക്കുമ്പോൾ വേഗം തന്നെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആസിഡിൻ്റെ ഓക്സിഡേഷൻ നടത്തിയാലും അല്ലെങ്കിൽ ആൽഡിഹൈഡിൻ്റെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാലും കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. അല്ലെങ്കിൽ പ്രൈമറി ആൽക്കഹോൾസും അപ്പോൺ ഓക്സിഡേഷൻ കാർബോക്സിലിക് ആസിഡ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ആദ്യം അതെന്താണ്? അതിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ആയിട്ട് അത് ഫെർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് ആസിഡ് ഫോം ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഓക്കെ. ഇനി ഇതിന് പകരം ക്രോമിക് ഓക്സൈഡ്, ഈ ഓക്സിഡൈസിങ് ഏജന്റിന് പകരം ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടും റിയാക്ഷൻ നടത്താം. അപ്പോഴും കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജോൺസ് റിയേജന്റ് എന്ന്. ചിലപ്പോൾ ജോൺസ് റിയേജന്റ് എന്നൊക്കെ തന്നാൽ എന്താ ഞാൻ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ജോൺസ് റിയേജന്റ് എന്ന് പറയുന്നത് CrO3 ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താണ് ആൽക്കഹോൾസിനെ, പ്രൈമറി ആൽക്കഹോൾസിനെ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മൈൽഡ് ആയിട്ടാണ് ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ അത് ആൽഡിഹൈഡ് സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യും. അല്ല നമ്മൾ എന്താണ് വിഗറസ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സ്ട്രോങ് കണ്ടീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കഹോൾസിൽ നിന്നും കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആൽഡിഹൈഡിൽ നിന്നും കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം. അതിന് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ന്യൂട്രൽ അല്ലെങ്കിൽ ബേസിക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ ജോൺസ് റിയേജന്റ്, ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അതാണ് ജോൺസ് റിയേജന്റ്, അതൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഒരു കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ചോദ്യം കിട്ടി. ഇക്വേഷൻ യു വോണ്ട് ടു കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഓക്കെ, അപ്പം അതിൽ ചോദ്യമാണ് CH3CH2OH. ഇവിടെ തന്നിട്ടുണ്ട് ആൽക്കലൈൻ KMNO4 ആദ്യത്തെ, രണ്ടാമത് H3O+ ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇത് രണ്ടും ആരോയിൽ തന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ഇവിടെ 2 കാർബണാറ്റാണ്, 2 കാർബണാറ്റം വരുന്ന കാർബോക്സിലിക് ആസിഡ് ആണ്, CH3COOH ആണ് പ്രോഡക്റ്റ് എഴുതേണ്ടത്. എന്തുകൊണ്ട് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞത്? ഇത് ആദ്യം ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ആൽക്കലൈൻ KMNO4 വെച്ചിട്ട് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ അത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഫെർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് ആസിഡ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ ആദ്യം ആൽക്കലൈൻ KMNO4 ഉപയോഗിച്ചു, പിന്നെ ഹൈഡ്രോളിസിസ് നടത്തി. അതാണ് 1, 2 എന്ന് പറഞ്ഞിട്ട് ഈ ആരോയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽക്കഹോളിൽ നിന്നും അല്ലെങ്കിൽ ആൽഡിഹൈഡിൽ നിന്നുമുള്ള കാർബോക്സിലിക് ആസിഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇനി അടുത്തത് ഏതാണ്? ഫ്രം ആൽക്കൈൽ ബെൻസീൻ. അത് നോക്കാം. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. From primary alcohols, from aldehydes, from alkyl benzene, from nitriles and amides, from Grignard reagent, from acid halide, acyl halide അല്ലെങ്കിൽ anhydride, acid halide അല്ലെങ്കിൽ acid anhydride, and from esters. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തുണ്ടാക്കാം? കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ മെത്തേഡ് നോക്കാം. ഫ്രം പ്രൈമറി ആൽക്കഹോൾസ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആൽക്കഹോൾസിനെ എന്ത് ചെയ്താൽ, ആൽക്കഹോൾസ് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്? ആൽഡിഹൈഡ് ഉണ്ടാക്കാന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഫെർദർ ആയിട്ട് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻസ് ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ആൽഡിഹൈഡിക് സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അല്ല ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള റിയേജന്റ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ആൽക്കഹോൾസ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോൾസ് ആണ്. സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ കീറ്റോൺസ് ആണ് കിട്ടുക. ടെർഷ്യറി ആൽക്കഹോൾസ് ആണെങ്കിൽ ഈ രീതിയിൽ ഓക്സിഡേഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആൽഡിഹൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതുപോലെ അസിഡിഫൈഡ് K2Cr2O7 ഒക്കെയാണ് നമ്മളവിടെ റിയേജൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന് പകരം ആൽക്കലൈൻ KMNO4 അല്ലെങ്കിൽ K2Cr2O7 അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് K2Cr2O7 ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, RCOOH ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇനി ഇതല്ല, വേറൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് CrO3 in presence of sulfuric acid, H2SO4, CrO3 in presence of sulfuric acid. ഇതിനെയാണ് ജോൺസ് റിയേജന്റ് എന്ന് പറയുക. ഇത് ഫെർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാലും അത് എന്താണ്? പ്രൈമറി ആൽക്കഹോൾസിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് CH3CH2OH. ഇവിടെ CrO3 H2SO4 ഉപയോഗിക്കുകയാണെങ്കിൽ
ജോൺസ് റിയേജന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 2 കാർബൺ ആറ്റാണ്. അപ്പോൾ 2 കാർബൺ ആറ്റം വരുന്ന കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. CH3COOH ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ആൽക്കഹോളിൽ നിന്ന്. അപ്പോൾ ആൽക്കഹോളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിച്ചതാണ് ആൽഡിഹൈഡ്സ്. അപ്പോൾ ആൽക്കഹോളിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആൽഡിഹൈഡ്സ് ആണെങ്കിലോ, ഫ്രം ആൽഡിഹൈഡ്സ് ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം RCHO, അതിനെ ഓക്സിഡൈസ് ചെയ്ത കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് അപ്പോൺ ഓക്സിഡേഷൻ വിൽ ഗീവ് കറസ്പോണ്ടിങ് അതിൻ്റെ സോഡിയം ആസിഡിൻ്റെ സോഡിയം സോൾട്ട് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഫോം ചെയ്യണത്? കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, ഇത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റിയേജൻ്റ് ആണ് ആൽക്കലൈൻ KMNO4 അല്ലെങ്കിൽ K2Cr2O7, ജോൺസ് റിയേജൻ്റ് ഒക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡാണെന്ന് പറഞ്ഞത് അടുത്തതാണ് ഫ്രം ആൽഡിഹൈഡ്സ്. അപ്പോൾ നമുക്കറിയാം ആൽഡിഹൈഡ്സിനെ ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാം, കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ? RCOOH കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഓക്സിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റിയേജൻ്റ് ആയിരുന്നു ടൊളൻസ് റിയേജൻറ്റ്. ഓർക്കുന്നില്ലേ? ടൊളൻസ് റിയേജൻറ്റ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ് ടൊളൻസ് റിയേജൻറ്റ്. അതുപോലെ ഫെലിങ്സ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് ഫെലിംഗ് സൊല്യൂഷൻ എയും ഫെലിംഗ് സൊല്യൂഷൻ ബിയും ഉപയോഗിച്ചിട്ട് ഫെലിങ്സ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് ആൽഡിഹൈഡ്സിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആൽഡിഹൈഡ്സിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൽഡിഹൈഡ്സിൽ നിന്ന് എങ്ങനെയാണ് ആസിഡ് ഫോം ചെയ്യുക, സിൽവർ മിറർ ടെസ്റ്റ്, ടൊളൻസ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള സിൽവർ മിറർ ടെസ്റ്റും അതുപോലെ തന്നെ ഫെലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അപ്പോൾ ആൽഡിഹൈഡ്സിലത്തെയും നമുക്കറിയാം. ഇനി അടുത്തതാണ് എന്ത്? ആൽക്കൈൽ ബെൻസീൻ. അടുത്തതാണ് ആൽക്കൈൽ ബെൻസീൻ. മൂന്നാമത്തെ മെത്തേഡാണ് ഫ്രം ആൽക്കൈൽ ബെൻസീൻ. ആൽക്കൈൽ ബെൻസീൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതാണ്? അരോമാറ്റിക് ആയിട്ടുള്ള ആസിഡുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അതായത് അരോമാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്. ആൽക്കൈൽ ബെൻസീനിൽ നിന്നുള്ള മെത്തേഡ് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അതിലെന്താ ചെയ്യുക? അതിലാദ്യം നമ്മൾ എടുക്കുന്നത് ബെൻസീൻ ഉണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഒരു ബെൻസീൻ ആണെങ്കിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്ത് കറസ്പോണ്ടിങ് ആസിഡിക് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെയുള്ള ആൽക്കലൈൻ KMNO4 അല്ലെങ്കിലോ ജോൺസ് റിയേജൻ്റ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇതിന് പകരം ഇതിപ്പോൾ ഒരു പ്രൈമറി ആയിട്ടുള്ള ആൽഡിഹൈഡാണ് അല്ലേ? പ്രൈമറി ആണിത്. ഇനി ഇതിന് പകരം സെക്കൻഡറി ആണെന്ന് വിചാരിക്കുക. അതായത് ഈ കാർബൺ CH2CH3 അങ്ങനെ സെക്കൻഡറി ആണ്. ഇവിടെ ഈ കാർബൺ ഇവിടെ ഒരു ബെൻസീനിലേക്കും ഇപ്പുറത്തെ ഒരെണ്ണത്തിലേക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡറി ആണ്. ഇത് പ്രൈമറി ആയിരുന്നു. ഇവിടുത്തെ കാർബൺ എന്ന് പറയുന്നത് പ്രൈമറി ആയിരുന്നു. ഇവിടെ എന്താണ്? ഇത് സെക്കൻഡറി ആണ്. അങ്ങനെ സെക്കൻഡറി ആണെങ്കിലും എന്തുണ്ടാവും? ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കലൈൻ KMNO4 അതുപോലെ അല്ലെങ്കിൽ ജോൺസ് റിയേജൻ്റ്, ഇത് ഏത് ഉപയോഗിച്ചാലും കറസ്പോണ്ടിങ് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് ഒരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ടെറിഷറി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കുക. ടെറിഷറി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യില്ല. ഓക്കെ, ഇവിടെ സെക്കൻഡറി ആണെങ്കിലും ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടണേനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഈ
ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടൊക്കെ റിയാക്ഷൻ നടക്കും. പക്ഷെ ടെർഷ്യറി ആവുമ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹൈഡ്രജനെയും കൂടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു കാർബൺ ഉള്ള സബ്സ്റ്റൻറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ കാർബൺ ടെർഷ്യറി ആയി കഴിഞ്ഞാൽ ടെർഷ്യറി ആവുമ്പോൾ ഈ റിയാക്ഷൻ നടക്കില്ല. അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീനിൽ നിന്ന്, ആൽക്കൈൽ ബെൻസീനിൽ നിന്ന് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് ഒരു വിഷയമല്ല. ഏത് സൈസ് ആണെങ്കിലും അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് COH ഗ്രൂപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ആൽക്കലൈൻ KMNO4 അല്ലെങ്കിൽ ജോൺസ് റിയേജന്റ്. അപ്പം നമ്മൾ ഈ 3 എണ്ണം നോക്കി. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നോക്കൂ, മീഥൈൽ ബെൻസീൻ ആണ് തന്നിരിക്കുന്നത്. KMNO4 ആൻഡ് KOH. KMNO4 KOH ആണ്. അതായത് ഇത് ആൽക്കലൈൻ KMNO4 ആണ്. അത് കഴിഞ്ഞിട്ട് A എന്നുള്ളൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് B ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ Aയും Bയും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്കറിയാം ആൽക്കലൈൻ KMNO4 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താ ഉണ്ടാവുക? ഇവിടെ ആൽക്കലൈൻ KMNO4 ആണ്. KMNO4 KOH ആൽക്കലൈൻ KMNO4 ആണ്. അപ്പൊ ഇവിടെ ഈ ആസിഡിക് ഗ്രൂപ്പ് വന്നിട്ട് അതിന്റെ സോഡിയം അല്ലെങ്കിൽ ഇവിടെ KOH അല്ലേ, അതിന്റെ പൊട്ടാസ്യം സോൾട്ട് ആണ് ഫോം ചെയ്യുക. ഈ A എന്ന് പറയുന്നത് COOK ആണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് എന്തോ ആയിക്കോട്ടെ, CH3ക്ക് പകരം CH2 ആണെങ്കിലും COOK തന്നെയാണ് പെർഫോം ചെയ്യുക. അതായത് ഒരു കാർബൺ അവിടെ നിർത്തിയിട്ട് അതിന്റെ എന്താണ് സോൾട്ട് ഫോം ചെയ്യും. സൈസ് എന്തോ ആയിക്കോട്ടെ, സൈസ് എന്താണെങ്കിലും അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അരോമാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടും എന്നാണ് നമ്മൾ പഠിച്ചത്. പ്രൈമറിയും സെക്കൻഡറി ആണെങ്കിലും കിട്ടും. ഇനി അത് ടെർഷ്യറി ആണെങ്കിൽ റിയാക്ഷൻ നടക്കില്ല എന്ന് പഠിച്ചു. ഇനി ഇതിനെ വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് ബെൻസോയിക് ആസിഡ് ഫോം ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, B എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബെൻസോയിക് ആസിഡ് ആണ്, COOH ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ആൽക്കലൈൻ കണ്ടീഷൻ നമുക്ക് തരുകയാണെങ്കിൽ H+ സ്ഥാനത്ത് ഇവിടെ എന്താണ് അസിഡിക് ആണെങ്കിൽ ആൽഡിഹൈഡ് ഫോം ചെയ്തിട്ട് വീണ്ടും അസിഡിക് KMNO4 ആയിരുന്നു വെച്ചാൽ ആദ്യം ആൽഡിഹൈഡ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആസിഡിലേക്ക് വരുന്നത്. സ്ട്രോങ് ആയിട്ടാണ് ഹീറ്റ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ ആൽക്കലൈൻ ആയതുകൊണ്ട് ആദ്യം തന്നെ അതിന്റെ എന്താണ് കറസ്പോണ്ടിങ് സോൾട്ട് ഫോം ചെയ്തിട്ട് അത് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് COOH എന്ന് എഴുതേണ്ടത്. ഇനി ഇതിന് പകരം ചില കേസിൽ എന്ത് തരുന്നറിയോ? ഈ ആരോ ഇട്ടിട്ട് 1 KMNO4 എന്നും 2 എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രോളിസിസും ഇട്ടിട്ടുണ്ടാവും, H3O+ ഇട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് അവിടെ നടത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് നടക്കും? ഈ റിയാക്ഷൻ ഇത് നടന്ന് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിസും കൂടെ നടന്നിട്ട് ഈ പ്രോഡക്റ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പം നമ്മൾ ഈ ആരോയിൽ എങ്ങനെയാണോ തരണത്, ആരോയിലത്തെ റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് നമ്മുടെ ടാസ്ക്. ആ റിയേജന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. അത് എഴുതാനുള്ള ഷോർട്ട് കട്ടുകളും നമ്മൾ ഓരോന്നിനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ നോക്കൂ, ജോൺസ് റിയേജന്റ് ആണ്. ജോൺസ് റിയേജന്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ജോൺസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താ? ക്രോമിക് ഓക്സൈഡ് CrO3 ഇൻ പ്രസൻസ് ഓഫ് H2SO4 ആണ് ജോൺസ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആൽക്കഹോളിനെ, പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യുക. അതായത് CH3 CH2 8 ടൈംസ് COOH. ഇപ്പൊ എന്താ നമ്മുടെ പ്രോഡക്റ്റ്? CH3 CH2 8 ടൈംസ് COOH. ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫ്രം നൈട്രൈൽ അല്ലെങ്കിൽ അമൈഡ്. ഫോർത്ത് മെത്തേഡ് ആണ് ഫ്രം നൈട്രൈൽ അല്ലെങ്കിൽ ഓർ അമൈഡ്സ് ആൻഡ് അമൈഡ്സ്. നൈട്രൈൽ അല്ലെങ്കിൽ അമൈഡ്. അപ്പൊ നൈട്രൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? RCN ആണ് നൈട്രൈൽ എന്ന് പറയുന്നത്. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുക. എങ്ങനെയാണ് നൈട്രൈലിനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നൈട്രൈലിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡ് എന്ന് പറയും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രോളിസിസ് നടത്തി, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തു.
എങ്ങനെയാവാം? അസിഡിക് മീഡിയത്തിലാവാം, അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിലാവാം. ഏതായാലും കുഴപ്പമില്ല. അസിഡിക് ഹൈഡ്രോളിസിസ് ആവാം, അല്ലെങ്കിൽ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആവാം, വാട്ടറുമായിട്ട് ഉള്ള റിയാക്ഷൻ. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക? അതിൻ്റെ കറസ്പോണ്ടിങ് അമൈഡ് ഫോം ചെയ്യും. ഇനി ഇതിനെ വീണ്ടും ഫെർദർ ആയിട്ട് ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ HOH- H2O ആയിട്ട് എന്താണ് വീണ്ടും ഫെർദർ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 6 പിന്നൊരു C. അതുപോലെ തന്നെ അത്രയും എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടോ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ അത്രയും നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ ആയിട്ട് CH3C∼N ഈഥൈൽ സയനൈഡ്. അപ്പം ഇത് എങ്ങനെയായിട്ടാണ്? ഇത് ഹൈഡ്രോളിസിസ് നടത്തുക, H2O/H+. ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇതെന്താ ഫോം ചെയ്യുക? ഇതിൻ്റെ കറസ്പോണ്ടിങ് അമൈഡ് ഫോം ചെയ്യും, CH3CONH2 ഫോം ചെയ്യും. അത് എഗെയിൻ വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക? ഇത് വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡ് ഫോം ചെയ്യും. ഇനി CH3CONH2 ഇതാണ് അമൈഡ്. സയനൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതിന് പകരം അമൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദേ ഈ റിയാക്ഷൻ അല്ലേ നടക്കുക? H2O/H+. അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ CH3COOH ഫോം ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് CONH2 ബെൻസമൈഡ്. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ H+ ഇൻ പ്രസൻസ് ഓഫ് H2, മീൻസ് ഹൈഡ്രോളിസിസ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. ഓക്കെ, ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആസിഡ് ഫോം ചെയ്യും, COOH. ഓക്കെ, അപ്പൊ ഈ എല്ലാ കേസിലും നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സയനൈഡ് ആണ്. അതിനെ ഹൈഡ്രോളിസിസ് നടത്തി അമൈഡ് ഫോം ചെയ്യും, അതിൽ നിന്ന് ആസിഡ് ഫോം ചെയ്യും. അതാണ് നമ്മുടെ മെത്തേഡ്. അപ്പൊ ഇനി ഇവിടേക്ക് വേണ്ട സയനൈഡ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ആൽക്കഹോൾ ആണുള്ളത്. അപ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് സയനൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്ക് ഈ റിയാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ആൽക്കഹോളിനെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ PBr3 അല്ലെങ്കിൽ PCl5 അല്ലെങ്കിൽ PCl3 പോലെയുള്ള ഹാലൈഡ്, ഫോസ്ഫറസ് ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഹാലജൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, RBr. ഇതിനെ വീണ്ടും എന്താണ് ആൽക്കഹോളിക് KCN-ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ RCN ഫോം ചെയ്യും, സയനൈഡ് ഫോം ചെയ്യും. ഇതിനെ ഫെർദർ ആയിട്ട് നമ്മൾ H+ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ അമൈഡ് ഫോം ചെയ്യും, CONH2 അമൈഡ് ഫോം ചെയ്യും. ഇതിനെ വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താണ് H2O/H+, ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ RCOOH ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ആൽക്കഹോളിൽ നിന്ന് ആസിഡ് ഉണ്ടാക്കാം. അതെങ്ങനെയാന്നുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. ആൽക്കഹോളിനെ കറസ്പോണ്ടിങ് സയനൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈസി ആയിട്ട് ആസിഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആൽക്കഹോളിൽ R എന്നുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇവിടെ ആസിഡ് എടുത്തപ്പോൾ Rന്റെ കൂടെ ഒരു കാർബൺ കൂടി വന്നു അല്ലേ? അതായത് ഒരു കാർബൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഒരു ഹയർ ആയിട്ടുള്ള ഹയർ ഹൊമലോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു കാർബൺ കൂടുതലുള്ള ഹയർ മെമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അതാണ് ഇവിടെ നോക്കേണ്ടത്. ഫ്രം നൈട്രൈൽസ് അല്ലെങ്കിൽ അമൈഡ്സ്. അപ്പോൾ ഫ്രം നൈട്രൈൽസ് അല്ലെങ്കിൽ അമൈഡ്സും കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? RMgX ആണ്. ഇവിടെ മെഗ്നീഷ്യം ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ബോണ്ടിലത്തെ ഇലക്ട്രോൺസ് മെഗ്നീഷ്യത്തിലേക്ക് വന്നിട്ട് ആ രീതിയിലാണ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ അയണൈസ് ചെയ്യുക? R- Mgx+ എന്നുള്ള രീതിയിലാണ് ഇത് അയണൈസ് ചെയ്യുക. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഏതിലേക്ക് ആഡ് ചെയ്യാണ്? C∼O കാർബൺ ഡയോക്സൈഡിലേക്ക് ആഡ് ചെയ്യാണ്. അങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്ലസ് RMgX ആണ്, RMgX. ഓക്കെ,
അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ്. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നത്? CO മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ ഡബിൾ ബോണ്ട് O. ഇവിടേക്ക് R മൈനസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും, R മൈനസ് ഇവിടേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക? RCO മൈനസ് ഡബിൾ ബോണ്ട് O അല്ലേ? ഈ ഓയിലേക്ക് ഈ MgX വന്നിട്ട് അറ്റാച്ച് ചെയ്യും, അതായത് MgX. അപ്പോൾ ഇത് ഇവിടുന്ന് പോയി OMgX എന്നുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ അയണൈസ് ചെയ്തു, C+O- അവിടേക്ക് ഈ R- കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തു, ഇല്ലെങ്കിൽ ഈ കാർബണിലേക്ക് നെഗറ്റീവ്ലി പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിലേക്ക് R- വന്നിട്ട് അറ്റാച്ച് ചെയ്തു, ഓയിലേക്ക് MgXും അറ്റാച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇനി ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തുക. ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ഹൈഡ്രജനും ഇവിടേക്ക് OHും വരും. അപ്പം എന്താ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? RC ഡബിൾ ബോണ്ട് OOH പ്ലസ് MgOHX. ക്ലിയർ ആയില്ലേ? MgOHX. ഈ രീതിയിലാണ് റിയാക്ഷൻ നടക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് ആഡ് ചെയ്യാണ് ഇവിടെ നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ റിയേജൻ്റ്, കാർബൺ ഡൈ ഓക്സൈഡും ഗ്രിഗണാൻ റിയേജൻറ്റും. ഓക്കെ, ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് CH3MgBr എടുത്തു പ്ലസ് CO2. അപ്പം എന്താ ഇവിടെ അതിനെ ഹീറ്റ് ചെയ്യണ സമയത്ത് എന്താ ഇവിടേക്ക് ഈ CH3 ഈ കാർബണിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. CH3 C ഡബിൾ ബോണ്ട് O ഈ MgBr എന്നുള്ളത് ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും, OMgBr. ഓക്കെ, OMgBr. ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് CH3 C ഡബിൾ ബോണ്ട് OMgBr ഫോം ചെയ്യും. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഇതിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ്, അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്യും. ഇവിടെ അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഹൈഡ്രജനും ഇവിടേക്ക് OHും വരും. അപ്പോൾ എന്താ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് OOH അസറ്റിക് ആസിഡും പിന്നെ എന്താ നമ്മുടെ പ്രോഡക്റ്റ്, വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MgOHBr. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. CH3 CH2MgBr. അത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം നമുക്ക് വേഗം തന്നെ പ്രോഡക്റ്റ് എഴുതാം. എങ്ങനെയാണ്? ഹീറ്റ് ചെയ്യുമ്പോൾ CH3 CH2 C ഡബിൾ ബോണ്ട് OMgBr. ഇത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ CH3 CH2 COOH പ്ലസ് MgOHBr. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇതിന് പകരം ഫിനൈൽ മെഗ്നീഷ്യം അയഡൈഡ് ഉപയോഗിച്ചു. ഫിനൈൽ മെഗ്നീഷ്യം അയഡൈഡ് അതും ഇതേപോലെ CO2 ആയിട്ട് C ഡബിൾ ബോണ്ട് O CO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഫിനൈൽ ഗ്രൂപ്പ് ഇവിടേക്ക് വരും അല്ലേ? C ഡബിൾ ബോണ്ട് OMgI എന്ന് വരും. അതിനെ വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ H+/H2O ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോം ചെയ്യുക? COOH പ്ലസ് MgOHI. ഈ രീതിയിൽ എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണോ നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ ഏത് ആൽക്കൈൽ ഗ്രൂപ്പാണോ അതിനേക്കാൾ ഒരു കാർബൺ കൂടുതലുള്ള കാർബോക്സിലിക് ആസിഡാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ എടുക്കുന്ന ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആണ്. അപ്പോൾ ആ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ കൂടുതലുള്ള കാർബോക്സിലിക് ആസിഡാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അടുത്തതാണ് ഫ്രം ആസൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അൺഹൈഡ്രൈഡ്. ആസിഡ് ഹാലൈഡ് അല്ലെങ്കിൽ അൺഹൈഡ്രൈഡിൽ നിന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ആസിഡ് ഹാലൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ RC≡OCl ആസിഡ് ക്ലോറൈഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഹൈഡ്രോളിസിസ് ഇൻ അക്വസ് മീഡിയം വാട്ടറുമായിട്ട് ഹൈഡ്രോളിസിസ് നടക്കുക. അക്വസ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് OH വരും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും. അപ്പൊ എന്താ നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? RC≡OOHഉം HClഉം ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. CH3C≡OCl. ഇവിടെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്യുക? CH3COOH പ്ലസ് HCl. ഇനി ഇതേപോലെ തന്നെയാണ് ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഇതേപോലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ COCl അല്ലേ, എന്താണ് ഇതും അതെ ബെൻസോയിൽ ഹാലൈഡ് ക്ലോറൈഡ് ആണ്. ബെൻസോയിൽ ക്ലോറൈഡ് ആണത്, അല്ല ഫിനൈൽ ക്ലോറൈഡ് ആണ്, ബെൻസോയിൽ ക്ലോറൈഡ് ആണത്. അപ്പൊ ഇവിടെ ഇതിനെ എന്താ ചെയ്യണത്? ഇതിന്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ H2O. അപ്പൊ ഇവിടെയും അതെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് OH ഹൈഡ്രജൻ അപ്പുറത്തേക്ക്, അതായത് COOH ബെൻസോയിക് ആസിഡും HClഉം ഫോം ചെയ്യും. ഇതാണ് ആസിഡ് ഹാലൈഡിൽ നിന്ന്. ഇനി ഇതേപോലെ തന്നെയാണ് എസ്റ്ററിൽ നിന്ന് അൻഹൈഡ്രൈഡ്. ഇതേപോലെ തന്നെയാണ് അൻഹൈഡ്രൈഡിൽ നിന്നുള്ള റിയാക്ഷൻ. അൻഹൈഡ്രൈഡ് ഫോർ എക്സാമ്പിൾ അസറ്റിക് അൻഹൈഡ്രൈഡ് എടുക്കാം. CH3CO2O അസറ്റിക് അൻഹൈഡ്രൈഡ്. ഇതും അതേ ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. അക്വസ് മീഡിയത്തിൽ അക്വസ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. അപ്പം എന്താ ഉണ്ടാവുക? ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് OH വരും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും. ഇവിടെ ഒരു മോളിക്യൂളിലേക്ക് ഒരു CH3COയിലേക്ക് ഒരു OH, അപ്പോൾ 2 മോളിക്യൂൾ വാട്ടർ ഉപയോഗിക്കണം. അപ്പം അങ്ങനെയാണെങ്കിലോ 2 molecules ഓഫ് അസറ്റിക് ആസിഡ് വിൽ ബി ഫോംഡ്. ഓക്കെ, 2 molecules ഓഫ് അസറ്റിക് ആസിഡ് വിൽ ബി ഫോംഡ്. ഇനി ബെൻസോയിക് എത്തനോയിക് എൻഹൈഡ്രൈഡ് ആണെന്ന് വിചാരിക്കുക. അതായത് C6H5COOCOCH3 ബെൻസോയിക് എത്തനോയിക് അൻഹൈഡ്രൈഡ് ആണെങ്കിൽ ഇവിടെ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ഇവിടെ ഇതേപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് OH, ഇവിടെ ഹൈഡ്രജൻ. ഇപ്പുറത്തുനിന്നാണെങ്കിലും അതെ, ഇവിടെ OH, ഇവിടെ ഹൈഡ്രജൻ, H2O ഫോം ചെയ്തു. അപ്പൊ എന്താ ഫോം ചെയ്തത്? C6H5COOHഉം അതുപോലെ തന്നെ CH3COOHഉം ഫോം ചെയ്തു. ഓക്കെ, പ്രോഡക്റ്റ് ആയിട്ട്. പിന്നെ വാട്ടർ മോളിക്യൂളാണ് അവിടെ ഫോം ചെയ്തത്. അപ്പോൾ ആസിഡ് ഹാലൈഡ് ആണെങ്കിലും ആസിഡ് എൻഹൈഡ്രൈഡ് ആണെങ്കിലും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി അടുത്ത മെത്തേഡാണ് ഫ്രം എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ RC≡OR ആണ് എസ്റ്റർ. അപ്പോൾ ഇവിടെയും എങ്ങനെയാണ് നമുക്ക്? ഇവിടെയും അതേ സിമ്പിളായിട്ട് ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി, വാട്ടറുമായിട്ട് അക്വസ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് OH വരും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? RC≡OOH പ്ലസ് ROH. 2 പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് CH3COOC2H5 ഈ ഒരു കോമ്പൗണ്ട് ആണെങ്കിലോ CH3COOC2H5. ഇവിടെയാണെങ്കിലും അതെ, ഇത് ബ്രേക്ക് ചെയ്തു, ഇവിടേക്ക് OHഉം ഇവിടേക്ക് ഹൈഡ്രജനും വന്നു. പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്തേ? CH3COOH പ്ലസ് C2H5OH. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം? ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ ഏതൊക്കെ മെത്തേഡാണ് നോക്കി? എസ്റ്ററിൽ നിന്ന്. അപ്പോൾ പല മെത്തേഡ്സ് നമ്മൾ നോക്കി. പ്രൈമറി ആൽക്കഹോളിൽ നിന്ന്, ആൽഡിഹൈഡിൽ നിന്ന്, ആൽക്കൈൽ ബെൻസീനിൽ നിന്ന്, നൈട്രൈൽസിൽ നിന്ന്, മൈഡ്സിൽ നിന്ന്, ഗ്രിഗണാർഡ് റിയേജന്റ്, ആസിഡ് ഹാലൈഡ് അല്ലെങ്കിൽ ആസിഡ് അൻഹൈഡ്രൈഡ്, എസ്റ്റർ. ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ നോക്കി. Okay, thank you.